കാസർഗോഡ് എം.പി. രാജ്മോഹൻ ഉണ്ണിത്താൻ കാഞ്ഞങ്ങാട് നഗരസഭയിലെ സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്ത് നമ്പർ 154-ൽ വോട്ട് രേഖപ്പെടുത്തി. ഭാര്യയുമൊത്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. വോട്ട് രേഖപ്പെടുത്തുവാനായി എത്തിയത്. അൽഡ്രുബ ഫ്രൈഡ് ചിക്കൻ മസാല മിക്സ് മാരിനേറ്റ് കോട്ട് ആൻഡ് ഫ്രൈ ഇത്രയേ ഉള്ളൂ. റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി നിങ്ങൾക്കും ഈസിയായി തയ്യാറാക്കാം. ട്രൈ ഇറ്റ് നൗ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. കാഞ്ഞങ്ങാട് നഗരസഭയിലെ സൗത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്ത് നമ്പർ 154-ൽ വോട്ട് രേഖപ്പെടുത്തി. ഭാര്യയുമൊത്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. വോട്ട് ചെയ്യുവാനായി എത്തിയത്. ഈശ്വരവിശ്വാസം ലവലേശമുണ്ടെങ്കിൽ പിണറായി വിജയൻ ജയിലിൽ കിടക്കുന്ന ആളുകളെയെങ്കിലും പാർട്ടിയിൽ നിന്നും പുറത്താക്കുവാനുള്ള സാമാന്യ മര്യാദ കാട്ടണമെന്ന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. പറഞ്ഞു. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഈ ഗവൺമെന്റിനെതിരെ ജനവികാരമുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. മതം മനുഷ്യനെ മയക്കുന്ന കറുത്ത മരുന്നാണെന്ന് പറഞ്ഞ കാറൽ മാർക്സിൻ്റെ അനുയായികൾ കേരളം ഭരിക്കുന്നു. ആ കേരളത്തിലാണ് ഇത്ര വലിയ തീവട്ടിക്കൊള്ള നടന്നിരിക്കുന്നത്. ഈശ്വരവിശ്വാസം ലെവലേശമുണ്ടെങ്കിൽ ശ്രീ പിണറായി വിജയൻ ചെയ്യേണ്ടത് ഈ ജയിലിൽ കിടക്കുന്ന ആളുകളെയെങ്കിലും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം. മാത്രമല്ല 6 ലക്ഷം കോടിയുടെ കടമാണ് കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിന് വരുത്തി വച്ചിരിക്കുന്നത്. ഗുരുതരമായ വിലക്കയറ്റം, മാത്രമല്ല ആശുപത്രിയിൽ യാതൊരു വിധമായ മരുന്നുകളുമില്ല. അപ്പോൾ സ്വാഭാവികമായി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഈ ഗവൺമെൻറ്റിന് എതിരെ ഒരു ജനവിധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പെരിയ പഞ്ചായത്ത് അടക്കം എല്ലാ പഞ്ചായത്തുകളും ഞങ്ങൾ പിടിച്ചെടുക്കും. ഇത്തവണ ജില്ലാ പഞ്ചായത്ത് വീണ്ടും UDFൻ്റെ ഭരണം വരും. ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും നിർണായകമായ ഒരു ശക്തിയായി UDF മാറും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ UDFൻ്റെ ഭരണം വരുമെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. എം.പിയെ മറ്റു കോൺഗ്രസ് നേതാക്കളും അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.